ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിത് ഇന്ന് രാവിലെ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ബീ ഫാം റിലേറ്റഡ് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിടാനുള്ള മെയിൻ കാരണം ലൈക്ക് എനിക്ക് കുറേ DMസും പിന്നെ അതുപോലെ തന്നെ കമൻസും ഫുള്ളിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. എനിക്കെല്ലാം ഇങ്ങനെ റിപ്ലൈ ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല ഇപ്പം. മാക്സിമം ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷേ എനിക്കിപ്പം ഞാൻ വൈകിട്ടേ എത്തുള്ളൂ. രാത്രിയൊക്കെ ആവും, ഒരു 7 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പം. പിന്നെ സമയമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് കിട്ടുമല്ലോ, ഓരോന്ന് സെപ്പറേറ്റ് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. അപ്പം ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല, ലൈക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ നാളായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്, അത്രമാത്രം ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു കീമിൻ്റെ റാങ്ക് വന്നിട്ടുണ്ട്. എല്ലാവരും മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും റാങ്ക് ഉണ്ട്, അപ്പം എനിക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ, ഇത്രയും റാങ്ക് ഉണ്ട് അപ്പം മാനേജ്മെൻറ്റിൽ കിട്ടുമോ, ഏതാണ് നല്ല കോളേജ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നാക്കിയിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ലൈക്ക് എനിക്ക് ഇത്രയും റാങ്ക് ഉണ്ട്, ലൈക്ക് ഒരു 5K 6K 11K ഒക്കെ റാങ്ക് ഉണ്ട്, ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോയെന്ന് എനിക്ക് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അന്വേഷിച്ചത് വെച്ചിട്ട് ഞാനൊക്കെ കോളേജിൽ ചേർന്ന സമയത്ത് ഒരു 6K അതിന് ബിലോ ഉള്ള ആൾക്കാരെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മീൻസ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതിപ്പം ഓരോ വർഷത്തിൻ്റെയും കട്ട് ഓഫ് അനുസരിച്ച് അവർ ഒരു ഇത് തീരുമാനിക്കും. അതനുസരിച്ചിട്ടാണ് ഈ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇനി ലൈക്ക് മെറിറ്റിൽ എത്ര വരെയാണെങ്കിൽ ഇതിൽ കിട്ടും, അങ്ങനെയൊക്കെ ഇനി പറഞ്ഞ അവരൊരു കട്ട് ഓഫ് തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ മറ്റതിലൊക്കെ കിട്ടുമോ എന്ന് നമുക്കറിയാൻ പറ്റുന്നത്. എൻ്റെ ആ സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6K അതിനെക്കാട്ടി താഴെയുള്ള റാങ്കുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം ലാസ്റ്റായിട്ട് ഫാർമസിയിൽ ചേർന്ന കുറച്ച് കുട്ടികൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന ഒരു അപ്ഡേറ്റ്സ് വെച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് 2000 ബിലോ 3000 ബിലോ ഒക്കെ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ തന്ന ഒരു അപ്ഡേറ്റ്. ഇനി ഈ വർഷം അവരൊരു കട്ട് ഓഫ് തീരുമാനിക്കും. എന്തായാലും ഒരു 3000 ബിലോ നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു കീമിന് എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം 4 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോഴേക്കും പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു സാധനം ആ ടൈം ഇല്ലായിരുന്നു. ലൈക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് റാങ്ക് വരും. റാങ്ക് വന്നിട്ട് അതിൻ്റെ സൈഡിൽ ക്വാളിഫൈഡ് ആണോ ക്വാളിഫൈഡ് അല്ലേ, അങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് പറഞ്ഞത്, ഒരു ചെറിയൊരു ഫോർമാറ്റിൽ അങ്ങനെ ഒരു സംഭവമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം തൊട്ടാണ് ഈ പെർസെൻറ്റേജിൻ്റെ കണക്ക് പറഞ്ഞത്. അപ്പം എനിക്കതിനെക്കുറിച്ച് വലിയൊരിതില്ല. ഇനിയിപ്പോൾ എന്തായാലും റാങ്ക് വന്നില്ലേ, അപ്പം ഇനി ഒരു കട്ട് ഓഫും കൂടെ തീരുമാനിക്കും ഗവൺമെൻറ് കോളേജ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും. അൽഷിഫ കോളേജിന് എത്ര റാങ്ക് വരെ ഉള്ളവരെടുക്കും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ ടൈമിൽ എനിക്ക് 17K സംതിങ് ആയിരുന്നു. അന്ന് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മെയിനായിട്ട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇതിൻ്റെ മൂന്നിൻ്റെയും ടോട്ടൽ പെർസെൻറ്റേജ് എത്രയെന്ന് ചോദിക്കും. അപ്പം എനിക്ക് 80 സംതിങ് ഉണ്ടായിരുന്നു. അവർ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്. അന്ന് ഇത്രയും കിട്ടുമായിരുന്നു. ഇനി ഇപ്പോഴത്തെ കറണ്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഓരോ കോളേജിൽ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോയി അവിടുത്തെ മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അൽഷിഫയിൽ ഇപ്പോൾ കീമൊന്നും എഴുതാതെ മാനേജ്മെൻറ്റ്, അൽഷിഫ എന്നല്ല എല്ലാ കോളേജിലും ഇങ്ങനെ ആയിരിക്കും പ്രൊസീജിയർ, മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. ഇപ്പം ഞാൻ പറയാം. ലൈക്ക് ഇപ്പോൾ തന്നെ മാനേജ്മെൻറ്റിൽ ഒരു 80% സീറ്റ്സും കവർ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് കീമിൻ്റെ റിസൾട്ട് പറഞ്ഞതിന് മുമ്പേ ചിലവർ കീമൊന്നും എഴുതാത്തവർ കാണുമല്ലോ, അപ്പോൾ അവരെന്തായാലും അഡ്മിഷനൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കണമായിരിക്കും. കീമിൻ്റെ റാങ്കും കാര്യങ്ങളൊക്കെ വന്ന് അപ്പം ഇപ്പം തന്നെ ലൈക്ക് പറ്റണ അത്രയും ഇതിൽ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ നോക്കുക. കാരണം ഏകദേശം ഫില്ലായി കാണും എൻ്റെ ഒരു ഇതിൽ. നല്ല നല്ല കോളേജസിലൊക്കെ ഇനി സീറ്റ് അവൈലബിൾ ആണോ അല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട്
ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇനിയും മാനേജ്മെൻറ്റ് സീറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് നിന്ന് സീറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ പോയി നോക്കണം. കോളേജ് ഏതെന്ന് വെച്ച് സെലക്ട് ചെയ്തിട്ട്. പ്രൊസീജിയർ എങ്ങനെയെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് സീറ്റിലാണെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ കോൺടാക്റ്റ് ചെയ്യണം. കോളേജായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചോദിക്കണം, ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവർ പറയും സീറ്റുണ്ടോ ഇല്ലേന്ന്. അതനുസരിച്ച് നമ്മൾ പോയി കാണുമ്പോൾ അവർ ജസ്റ്റ് ഈ മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മാർക്ക്, സയൻസ് ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് ചെറുതായിട്ടൊക്കെ നോക്കാൻ ചാൻസ് ഉണ്ട്. ചില കോളേജിൽ മസ്റ്റായിട്ട് ഇങ്ങനെ വെക്കും 85% ഉണ്ടെങ്കിൽ, അതായത് 3 സബ്ജക്റ്റ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇതിന് 3 കൂടെ ഒരു 85% ഒക്കെ ഉണ്ടെങ്കിലേ എടുക്കുകയുള്ളൂ എന്ന് ചില കോളേജസ് ഒരിത് വെക്കും. അങ്ങനെയാണ്. അപ്പം നേരിട്ട് പോയി എടുക്കണം. ആദ്യം ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, പിന്നെ നേരിട്ട് പോയി എടുക്കുക. പിന്നെ +2 ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ബാക്കി അവർ പറയും. ആദ്യം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരും ഓരോ കോളേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജാമിയ കോളേജ് കൊള്ളാവോ, അഹല്യ കോളേജ് കൊള്ളാവോ, നെഹ്റു കോളേജ് കൊള്ളാവോ, ഇങ്ങനെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഓരോ കോളേജിൻ്റെയും കൊള്ളാമോ ഇല്ലേ, പ്ലേസ്മെൻ്റ് ഉണ്ടോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഓഫീസിലുള്ളതായാലും ഇങ്ങനെ കുറച്ച് പേരടുത്തൊക്കെ ഞാൻ ചോദിച്ച് കുറച്ചൊരു ഇൻഫോർമേഷൻസ് കിട്ടി വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഞാൻ കുറച്ച് പറയാം. ബാക്കിയൊന്നും എനിക്കങ്ങനെ ഒരു വലിയ ഇൻഫോർമേഷനും കാര്യങ്ങളൊന്നും ഇല്ല. സോ എനിക്കറിയാമെന്നുള്ള പറയാം. അമൃത കോളേജ് അടിപൊളിയാണ്. നമ്മുടെ അൽഷിഫ ഞാൻ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അതിലൊക്കെ അടിപൊളിയാണ്. അമൃത കോളേജ് അടിപൊളിയാണ്. പിന്നെ നെഹ്റു കോളേജ്, സെൻറ്റ് ജോസഫ് കോളേജ്, ഇങ്ങനെ കുറച്ച് ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇത്രയും കോളേജസിനെ കുറിച്ച് എനിക്ക് കറണ്ട് ഇൻഫോർമേഷൻ ഉള്ളൂ. മൗലാന നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നാഷണൽ കോളേജ് ഓഫ് ഫാർമസി അതും കുഴപ്പമില്ല. മെയിനായിട്ട് നോക്കേണ്ടത് പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണോ, ആ ഒരു ഫാക്ടർ നോക്കണം. അത് നോക്കിയിട്ട് വേണം ചേരാനായിട്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കോളേജിൽ കിട്ടുകയാണെങ്കിൽ അവിടെ എത്ര ഫീ ആവും എന്നിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അന്ന് ഞാൻ എൻ്റെ ആ ടൈം അന്വേഷിച്ചപ്പോഴേക്കും അവർക്ക് എന്തോ 30,000 25,030 അങ്ങനെ എന്തോ കൊടുത്താൽ മതി വർഷം എന്നാണ് അന്ന് ഞാൻ എഴുതിയ ടൈം ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് കൂടി കാണും, ഒരു 50,000 ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആരെയും ഇങ്ങനെ പരിചയമുള്ളതായിട്ടൊന്നുമില്ല. സോ കുറവായിരിക്കും, ഒരു 50,000 അല്ലെങ്കിൽ അതിന് ബിലോ ആയിരിക്കും. സബ്ജക്റ്റ് വൈസ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സെമ്മ് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സെമ്മ് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എവിടെയെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കാം. സോ ഇനി തേർഡും ഫോർത്ത് ഇയറിനെ കുറിച്ച് പറയാനുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല വീഡിയോ, സൂൺ ചെയ്യണതായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് ആൻസർ അതാണ്. ഫസ്റ്റും സെക്കൻഡ് ഇയറും ഉള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് പ്രാക്ടിക്കൽസ് ചോദിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽസ് ഉണ്ടോ എന്നൊക്കെ. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഇതിലിട്ടിട്ടുണ്ട്. സോ ഡു വാച്ച്. കുറേ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇൻറ്റേൺഷിപ്പ്, സിക്സ്ത് സെമ്മിൻ്റെ ആ ടൈമിലുള്ള ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം പോണ മൈലാൻഡിനെ കുറിച്ച്, എങ്ങനെയാണ് മൈലാൻഡിൻ്റെ പ്രൊസീജിയർ, പാക്കേജ് എത്രയാണ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് അങ്ങനത്തെയും കുറച്ച്. പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റി, ബി ഫാം കഴിഞ്ഞിട്ടുള്ളത്, ഫാർമസി അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതൊക്കെ ഞാൻ വിചാരിച്ചു അതിപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു Q&Aയുടെ പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. സോ പാർട്ട് 1 ഞാൻ അഡ്മിഷൻ റിലേറ്റഡ് എനിക്ക് കിട്ടിയ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ ഇപ്പോൾ ഇന്നെല്ലാം ഇങ്ങനെ എഴുതിയെടുക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഇതല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യണേക്കാട്ടി DM ചെയ്താൽ മതി. എനിക്കൊരു ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സോ അതിൽ ഞാൻ റിപ്ലൈ തരണതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഇനിയും മാനേജ്മെൻറ്റ് സീറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എടുക്കാൻ പോണവരൊക്കെ പെട്ടെന്ന് പോയി എടുക്കണം. സീറ്റ് ഓൾറെഡി ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 80% എന്തായാലും ഫില്ലായി കാണും. സോ വിളിച്ച് ചോദിച്ചിട്ട് പോയി അഡ്മിഷൻ എടുക്കുക. പിന്നെ ഗവൺമെൻറ്റിൻ്റെത്
അതവർ പറയും. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു 3,000 ബിലോ ആണ് കിട്ടിയത്. ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 6,000 ആ റേഞ്ചായിരുന്നു. സോ അപ്പം ഫാർമസി പ്രൊഫഷൻ ചൂസ് ചെയ്യാനിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അത്രയൊക്കെ തന്നെ. സോ ഇനി ഞാൻ പാർട്ട് 2-ൽ ബാക്കി കാര്യങ്ങൾ മൈലാനും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇടാം. സോ ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.